ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലോവർ ആം നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ലോവർ ആമിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബേസിക്കലി സസ്പെൻഷൻ്റെ ഒരു പാർട്ടാണ്. ആൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ടൈ റോഡ്. നമ്മുടെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഈ നക്കിളായിട്ട് ഇതൊരു കാസ്റ്റ് ഐറ്റമാണ് ഈ നക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഇത്. അപ്പോൾ തിരിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീല് തിരിയും. ഇത് വന്നിട്ട് ലോവർ ആം വന്നിട്ട് സസ്പെൻഷൻ്റെ പാർട്ടാണ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ബോഡി ഫ്രെയിമായിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നൊന്ന് ഈ നമ്മുടെ ഫ്രണ്ട് സ്വേ ബാറായിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ കാണാം ഒരു സ്പ്ലിറ്റ് പിൻ അസംബ്ലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൊരു ബുഷ് ഉണ്ട്. സോ ഇത് മാറ്റണം. പിന്നെ ഇവിടെ ഈ ഷോക്ക് അബ്സോർബർ ഫ്രെയിമുമായിട്ട് 2 ബോൾട്ട് ഉണ്ട്. ഇത് ലൂസൺ ചെയ്താൽ നമുക്ക് ഈ അസംബ്ലി ലോവർ ആം നമുക്ക് എളുപ്പം മാറ്റാം. അപ്പോൾ ഞാനിതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് മാരുതിൻ്റെ ലോവർ ആം വാങ്ങിയിട്ടുണ്ട്. ഇതാണ് അസംബ്ലി. മൗണ്ടിൻ്റെ അവിടെ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് അവർ തരിക. ഇതാണ് പാർട്ട് നമ്പർ. സോ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതൊന്ന് റേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി ജാക്ക് സ്റ്റാൻഡിൽ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ഇത് ഊരാം. അപ്പോൾ ഊരുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യണം, പഴയ ഇതാകുമ്പോഴേ ഫാസ്റ്റനേഴ്സ് ആകുമ്പോൾ ഊരാൻ ഇത്തിരി പ്രയാസമായിരിക്കും. ഇത്തിരി ഒന്ന് WD-40 അടിച്ചു കൊടുത്താൽ തുരുമ്പുള്ളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കിട്ട് എളുപ്പം ഊരാൻ പറ്റും. സോ നമുക്ക് നോക്കാം. ഒറ്റയ്ക്കുള്ളപ്പോൾ ഇതൊന്ന് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ക്യാമറയിൽ ഇത്തിരി പ്രയാസമാണ്. എന്നാലും ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്യാം. എന്നപോലെ എല്ലാ ബോൾട്ടും ഇപ്പോൾ ലൂസൻ ചെയ്താൽ മതി, ഫുള്ളായി ഊരണ്ട. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് പിൻ അസംബ്ലി കാണാം നിങ്ങൾക്ക്. ഇതൊന്ന് നമുക്ക് താഴോട്ടാക്കിയിട്ട് ഈ കമ്പ് താഴോട്ടാക്കിയിട്ട് ഈ സ്പ്ലിറ്റ് പിൻ എടുക്കണം. അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് എൻ്റെ അടുത്തുണ്ട്. സോ അത് നമുക്കൊരു പ്ലയർ വെച്ചിട്ട് താഴെ ആക്കിയിട്ട് ആക്സസ് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതാ എടുത്തിട്ടുണ്ട്. ഇതാണ് സ്പ്ലിറ്റ് പിൻ. പിന്നെ ഇപ്പുറത്തും ഒരു കാസിൽ നട്ടുണ്ട്, അതെടുക്കണം നമുക്ക്. 17 ഇതാണ് ആ കാസിൽ നട്ട്. രൂപം കണ്ടില്ലേ, ഒരു കൊട്ടാരം ഫോർട്ടിൻ്റെ ഇതുപോലെ ഉണ്ടാവും അതിൻ്റെ. അതുകൊണ്ടാണ് അതിൻ്റെ കാസിൽ നട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റീപ്ലേസ്മെൻ്റ് ഉണ്ട് നമ്മുടെ അടുത്ത്. അതുകൂടാതെ അതിൻ്റെ ഒരു വാഷർ ഉണ്ടാവും. പിന്നെ ബുഷ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ സ്വേ ബാർ ഒന്ന് ഊരിക്കഴിഞ്ഞാൽ എളുപ്പം ആക്സസ് കിട്ടും. കണ്ടില്ലേ ഇങ്ങനെ നീങ്ങുന്നു. ഈ ഒരു ക്ലാമ്പ് പിടിച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ ഈ സ്വേ ബാർ താഴെ വരും, എളുപ്പം വന്നിട്ട്. ആദ്യം ഈ സൈഡിൽ വരും. ഊരിയിട്ടുണ്ട്. ഈ ഒരു ബോൾട്ടിലാണ് ലോവർ ആമിൻ്റെ ഒരു പാർട്ട് വന്ന് നിൽക്കണം. സോ അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ബോൾട്ട് നമ്മുടെ അടുത്തുണ്ട്. ഒരു സ്പ്രിംഗ് വാഷറൊക്കെ ആയിട്ടാണ് വരിക. ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമ്മൾ എടുക്കണമെങ്കിൽ ഇതൊരു ഹാമർ ചെയ്തൊരു ലെവറേജ് വെച്ച് എടുക്കണം കേട്ടോ. കാരണം ഇതൊരു ഓൾമോസ്റ്റ് ഒരു ടൈറ്റ് ഫിറ്റാണ്. ഇവിടുത്തെ ഈ ഇതും നമ്മളെടുത്തിട്ടുണ്ട്. സോ സംഭവം ഊരിയിട്ടുണ്ട്. അങ്ങനെ സംഭവം ഊരി പോന്നിട്ട് ഇതിൻ്റെ ബൂട്ടൊക്കെ പോയി കിടക്കുക. ഉള്ളിൽ ഫുള്ള് ചെളിയാണ്. കണ്ടോന്നറിയില്ല. ഇത് കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് പാർട്ട്.
അതിൽ ഓൾറെഡി ഇതിവിടെ ഒരു ക്യാപ്പ് പോലെ ഇങ്ങനെ വരും. ക്യാപ്പ് എടുക്കുക. അവിടെയല്ലേ ബൂട്ടൊക്കെ നല്ല കണ്ടീഷനിലാണ്. ഇത് കുറേ കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇത് കേട് വരും. സോ അത് നമ്മൾ ഇന്നവിറ്റബിൾ ആണ്. ഇനി അടുത്ത പരിപാടി, ഇതൊരു ഇച്ചിരി സ്വല്പം ഗ്രീസാക്കണം. സോ ഞാനിവിടെ എന്താ ചെയ്യാൻ പറഞ്ഞാൽ ഒരു SKFൻ്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഗ്രീസാണ്. ഞാനാണ് ഹൈ ടെമ്പറേച്ചർ അതൊന്നും ആവശ്യമില്ല. അവിടെ ബ്രേക്കിംഗ് ആപ്ലിക്കേഷനൊന്നും അല്ലല്ലോ. സോ ഇങ്ങനത്തെ ഒരു ഗ്രീസ് വെച്ചിട്ട് കുറച്ചൊന്ന് ഒരു ടിപ്പുമേ ആക്കി കൊടുക്കുക. പക്ഷേ അതിന് മുമ്പ് എന്തറിയോ, നമുക്ക് ഇതിനകത്ത് സ്ലോട്ട് ചെയ്യണം. ഇവിടെ ഇതാ ഇതിനകത്ത് ഈ പുതിയ സാധനം സ്ലോട്ട് ചെയ്യുക. അത് ഇത്തിരി ഒന്ന് പാടാണ്. അത് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ ഇത് പുതിയ ബുഷ് ഇടാം. എൻ്റെ പാസ്റ്റ് ഡയഗ്രാം എൻ്റെ അടുത്തുണ്ട്. ഇതുണ്ടാവും. ഇത് നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ആദ്യം ഒരു ബുഷ്, പിന്നെ അതാ ഇതിലേക്ക് കയറും, ആമിലേക്ക് കയറി അപ്പുറത്തെ സൈഡിലൊരു ബുഷ് ഇതുപോലെ 2 ഉണ്ട് പുതിയത്. എന്നിട്ട് വാഷറും കാസിൽ നട്ടും സ്പ്ലിറ്റ് പിന്നും. സോ ആദ്യം ഇവിടുത്തെ ഇത് ഇട്ടിട്ട് നമുക്ക് ഓക്കെ. ഫുള്ള് ടൈറ്റ് ചെയ്യണ്ട, നമുക്ക് കുറച്ച് പ്ലേ ഇവിടെ വേണം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മേലേക്ക് അടിച്ച് കയറ്റാനുണ്ട്. ഓക്കെ ബോയ്സ്, അങ്ങനെ അത് കഴിഞ്ഞു. എൻ്റെ പൊന്നോ, ഈ ഹോൾ അലൈൻ ചെയ്യാൻ കിട്ടാൻ 1 മണിക്കൂറോളം എടുത്തു. ഇത്തിരി പ്രയാസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ സംഭവം ഉണ്ടല്ലോ ഇവിടെ, ഇത് കൂടെ നമ്മൾ ഉണ്ടോ ഇത്രയും നാളുള്ള ത്രെഡ് ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് പോയി അവിടം വരെ എത്തണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം 3 ഹോളാണ് അലൈൻ ചെയ്യേണ്ടത്. അതും ഈ ബോഡി ഫ്രെയിമിലുള്ള ഗ്യാപ്പ് നമ്മുടെ ലോവർ ആമിൻ്റെ ആ എൻഡിനെക്കാട്ടിലും ഇത്തിരി കുറവാണ്. സോ അടിച്ച് കയറ്റണം. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയുള്ള ബോൾസൊക്കെ ടൈറ്റ് ചെയ്യാം. അതവിടെ ഇവിടെ തന്നെ ഉണ്ട് ഇത്. പിന്നെ ഈ സൈഡിൽ ഈ ബുഷും കാസിൽ നട്ട് വിടണം. നമുക്ക് അടുത്ത അത് നോക്കാം. ഞാൻ വ്യത്യാസം ബുഷിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ക്ലിയറായി അറിയാം. പരന്നിരിക്കണുണ്ട് അത്. കംപ്രസ് ആയിരിക്കുകയാണ്. സോ അത് കുറേ കഴിഞ്ഞാൽ ബുഷ് അങ്ങനെ ആവും. നമുക്കത് റീപ്ലേസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു TT എടുത്തോളൂ. എവിടെയെങ്കിലും മുറിവും ചതക്കം ഉണ്ടെങ്കിൽ. കാസിൽ നട്ട് ഇടുക. ഗ്രീസ് തുടങ്ങിയ സാധനങ്ങളൊന്നും തേക്കരുത്, ആവശ്യമില്ല. ഇതാണ് പുതിയ സ്പ്ലിറ്റ് പിൻ. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. കണ്ടില്ലേ, ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ആക്കി വെച്ചാൽ അത് ഇട്ടു. ഇനി ബാക്കിയുള്ള ബോൾട്ട് ടൈറ്റൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലോവർ ആം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഫാസ്റ്റനേഴ്സൊക്കെ ടൈറ്റൻ ചെയ്തു. ആൻഡ് ഇവിടെ ഈ ഫ്രണ്ട് സ്വേ ബാറിൽ വരുന്ന ബുഷ്, ഫാസ്റ്റനർ, സ്പ്ലിറ്റ് പിന്ന് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സ്വേ ബാർ ഉണ്ടല്ലോ, നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ടൈറ്റൻ ചെയ്യുമ്പോൾ പ്രയാസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ ക്ലാമ്പ് ഉണ്ടല്ലോ, ഈ ക്ലാമ്പ് ഇത് മേലേക്കാക്കാൻ ഇത്തിരി പ്രയാസം വരും. ഏറ്റവും എളുപ്പം വഴി എന്താ അറിയോ, നമ്മുടെ ജാക്ക് ഉപയോഗിക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ്. ജാക്ക് അതിൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് ഇത് വെച്ച് പതുക്കെ റേസ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് പൊസിഷനിൽ വരും. നമുക്കൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടോ, എളുപ്പ വഴി അതാണ്. അപ്പോൾ നമുക്ക് പ്രയാസമില്ല ബോൾട്ട് രണ്ടും ഇടാൻ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അത് ഇത്തിരി ടൈറ്റ് ആയിരിക്കും. സോ സംഭവം എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ
ഓൺലി പ്രയാസം നിങ്ങൾക്കൊരു പ്രൈ ബാർ വേണം കേട്ടോ. ആ സാധനം അവിടെ നിന്ന് താഴേക്ക് തട്ടാനും, എന്ന് വെച്ചാൽ ആ അത്രയും നീളമുള്ള ആ വലിയ ബോൾട്ട്, ഈ ബോൾട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് താഴെ തട്ടാനും അതേപോലെ അത് തിരിച്ച് വെക്കാനും ഒരു നല്ല ഇതുണ്ടെങ്കിൽ എളുപ്പം. എൻ്റെ കയ്യിൽ പ്രൈ ബാർ ഇല്ല, ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. സോ ഇത് മാത്രം ഇതിൽ പ്രയാസമുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. ഈ 2 ബോൾട്ട് അയക്കണമെന്നൊന്നുമില്ല, ഞാൻ അയച്ചിട്ടില്ല. അത് ഷോക്ക് അബ്സോർവർ അസംബ്ലി റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് സ്ട്രട്ടിൻ്റെ അസംബ്ലി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് മാറ്റുമ്പോൾ ഞാൻ ഈ 2 ഫാസ്റ്റനേഴ്സും കൂടെ മാറ്റും. അത്രയേ ഉള്ളൂ. അതേ പ്രോസസ്സ് മറ്റേ സൈഡിൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡുള്ള ലോവർ ആമും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒറ്റൊരു ആ കാണുന്ന ബോൾട്ടില്ല, അത് ഇടാനായിരിക്കും പ്രയാസം. 3 ബ്ലൈൻഡ് ഹോൾ പോലെ അതിനകത്തേക്ക് പോകണം. സോ അത് ഇത്തിരി സമയമെടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ DIYയിൽ യൂസ് ചെയ്ത പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ലോവർ ആം 2 എണ്ണം. ഇതാണ് അതിലെ മെയിൻ ബോൾട്ട് 2 എണ്ണം. ഈ ബോൾട്ടാണ് നമ്മുടെ ലോവർ ആം നക്കിളിലേക്ക് കണക്റ്റ് ആവുന്ന 2 എണ്ണം. ഇതാണ് ബുഷിംഗ് ഫ്രണ്ട് സ്വേ ബാറിന് 4 എണ്ണം. ഇതാണ് വാഷർ 2 എണ്ണം. ഇതാണ് കാസിൽ നട്ട് ഫ്രണ്ട് സ്വേ ബാറിനെ സെക്യൂർ ചെയ്യുന്നത് 2 എണ്ണം. ആൻഡ് ഇതാണ് കോട്ടർ പിന്ന് കാസിൽ നട്ടിന് ലോക്ക് ചെയ്യാനുള്ള 2 എണ്ണം. ഈ എക്സ്പ്ലോഡഡ് ഡയഗ്രാമാണ് നമ്മുടെ നക്കിളും ലോവർ ആമും കാണിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് സ്വേ ബാറിൻ്റെ പാസ് ഡയഗ്രാം. താങ്ക് യു.